ആചാര്യാഖ്യാതരത്താരണി സമനുമില ചിച്ഛരൂപോത്തരാരണ്യാവേദോദ്ഭാസിതേന പുടതര പരിബോധാഗ്നിനാദിക്യമാനേ കർമാളി വാസനാതനു ഭുവനഭ്രാന്തികാന്താരപൂരേ ദാഹ്യാഭാവേന വിദ്യാശിഖിനി ച വിരതേ ത്വന്മയീകല്ലവസ്ഥ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, ശ്രീമദ് നാരായണീയം 94-ാമത്തെ ദശകം 2-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. വിദ്യ സമ്പാദിക്കുക എന്നുള്ള വിഷയത്തിൽ ആചാര്യനും ശിഷ്യനും തമ്മിലുള്ള ആ ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഇവർക്കുള്ള പങ്ക് എന്താണ് എന്ന് വിവരിക്കുന്ന ഒരു ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവോപദേശത്തിൽ ഏകാദശ സ്കന്ധം 10-ാമത്തെ അധ്യായത്തിൽ വരുന്ന വിഷയം കൂടിയാണത്. ആചാര്യോരണിരാദ്യത്വ വന്ദേവാ തുത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ. പണ്ട് യാഗത്തിന് അഗ്നി ആരണി കടഞ്ഞിട്ടാണ് എടുക്കുക. ഒരു മരത്തടി താഴ്ത്തു വെച്ച് അതിലൊരു ദ്വാരം ഉണ്ടാക്കി, ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ വേറൊരു മരത്തടി വെച്ച് തൈര് കടയണ പോലെ കടഞ്ഞ് ആ ചൂടുകൊണ്ട് അഗ്നി ഉണ്ടാവുക. അത് ഏതെങ്കിലും വസ്തുക്കളിൽ അഗ്നി പിടിപ്പിച്ചിട്ട് യാഗത്തിന് ഉപയോഗിക്കുക, യാഗത്തിന് പകർന്നെടുക്കുക. ഇപ്പോൾ ഇവിടെ 2 തടി കൂട്ടി ഉരയ്ക്കുമ്പോഴാണ് അഗ്നി ഉണ്ടാവുന്നത്. അതേപോലെ ആചാര്യനും ശിഷ്യനും ഈ സ്ഥാനത്ത് ഉപമിച്ചിരിക്കുകയാണ്. ഒന്ന് ആദ്യത്തെ തടി, ഒന്ന് താഴത്തുള്ള തടി. അപ്പം അത് രണ്ടും ചേരുമ്പോഴാണ് ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടാവുന്നത്. ഒരു പകുതി വരേക്ക് ആചാര്യം കൊടുക്കുന്നത് പാത്രം കൂടി ശരിയായാലേ അത് നിൽക്കുള്ളൂ. അപ്പം നല്ലൊരു വസ്തു അമൃതാവട്ടെ പാലാവട്ടെ പാത്രത്തിൽ ഒഴിച്ചു, ആ പാത്രമൊക്കെ ഓട്ടയാണെങ്കിലോ ഒഴിക്കുന്ന ആൾ നന്നായിട്ട് കാര്യമില്ല, ഒഴിക്കണ വസ്തു നന്നായിട്ട് കാര്യമില്ല, പാത്രം കൂടി നന്നാവണം, വേണ്ടേ? അപ്പം അതേപോലെ ഗുരു എത്ര ഏവനായാലും ശരിയല്ലാത്തൊരു ശിഷ്യനിലാണ് കൊടുത്തതെങ്കിൽ അത് പകരില്ല. അപ്പം ശിഷ്യൻ്റെയും കൂടിയും ഒരു റോള് അതിനകത്തുണ്ട്. ഗുരു എല്ലാവർക്കും ഒരേപോലെയാണ് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുക. പക്ഷഭേദം പാടില്ല നല്ല ഗുരുനാഥന്. പക്ഷേ ശോഭിക്കുന്നത് പലതരത്തിലാണ്. അത് അവരുടെ കഴിവ്, അല്ലെങ്കിൽ അവരുടെ ഭാഗ്യമോ നിർഭാഗ്യമോ ബുദ്ധിയോ യോഗമോ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ശിഷ്യൻ്റേതായിട്ടുള്ള കഴിവും ആചാര്യൻ്റേതായിട്ടുള്ള ആ ഒരു കഴിവും രണ്ടും കൂടി ചേരുമ്പോൾ വിദ്യാസന്ധി സുഖാവഹ. ഇവിടെ പറയണത് ദഹ്യമാനേ, അങ്ങനെ അതിൽ ഉദിക്കുന്നതായിട്ടുള്ള ജ്ഞാനം കൊണ്ട് കർമാളി വാസനാതർക്കതനു ഭുവനഭ്രാന്തി കാന്താരപൂരേ. ഭുവനം ആകുന്ന, അതായത് ലോകത്തിലുള്ളതായിരിക്കും കർമ്മവാസനകളിൽ കുടുങ്ങിയതായിട്ടുള്ള മനസ്സ്, കർമാളി വാസന കർമ്മത്തിൻ്റെ കൂട്ടം, അപ്പം അതിൽ മുങ്ങിയതായിട്ടുള്ള മനസ്സ് ക്രമേണ അതിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നർത്ഥം. ഈശ്വരഭാവത്തിലേക്ക് വരുന്നു. ജ്ഞാനമാകുന്ന അഗ്നിയാണ് കർമ്മവാസനയെ ദഹിപ്പിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ വിദ്യയാകുന്ന അഗ്നി ജ്വലിച്ച് ഭഗവാനുമായി ഒന്നാകുന്ന അവസ്ഥ ഉണ്ടാവുന്നു എന്നർത്ഥം. കർമാളി വാസനാതത്കൃതനു ഭുവനഭ്രാന്തി കാന്താരപൂരേ. കർമ്മവാസനയിൽ പെട്ടിട്ട് ഈ ലോകത്തിൽ മായയിലങ്ങനെ കുടുങ്ങി കാന്താരപൂരാണ്. അതൊരു കാട് തന്നെയാണ്, വലിയ മായയുടെ കൂട്ടം. കാട്ടിലകപ്പെട്ട് വിഷമിക്കുന്ന ജീവൻ ക്രമേണ എന്തായിട്ട് മാറുന്നു? ജ്ഞാനാഗ്നി കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ കാട് ജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിച്ചാണ്ട് പോവുകയാണ്. സംസാരമാകുന്ന കാട് ദഹിച്ചു പോവും. ഏതിൽ? ജ്ഞാനാഗ്നിയിൽ. അപ്പം ജ്ഞാനാഗ്നിക്ക് ശക്തിയുണ്ടെന്ന് അർത്ഥം. ആ ഉണ്ടാകുന്ന ആചാര്യനും ശിഷ്യനും ചേർന്ന് ഉണ്ടാകുന്ന ആ ജ്ഞാനാഗ്നി കൊണ്ട് ലോകമാകുന്ന സംസാരമാകുന്ന കാട് ദഹിച്ചു പോയി എന്തായിട്ട് മാറണു? ജീവനും ഈശ്വരനും ഒന്ന് എന്ന ഇതിൽ ആ ഒരു അവസ്ഥയിൽ എത്തണു. തന്നെയാണ് പഴയ കാലത്ത് ആചാര്യാത് പാദമാദത്തെ, പാദം ശിഷ്യസ്വമേധയാ, പാദം സത്ബ്രഹ്മചാരിഭ്യ, പാദം കാലക്രമേണവാ എന്ന് വേറൊരു വാക്യത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഒരാൾക്ക് അറിവുണ്ടാവണത് 4 രീതിയിലാണെന്ന് പറയണു. ഒന്ന്, കാൽഭാഗയത്രേ ആചാര്യനിൽ നിന്ന് കിട്ടുന്നുള്ളൂ.
ബാക്കി ശിഷ്യൻ്റെ സ്വയം കഴിവാണ് എന്നാണ്. എല്ലാവരിലും ഒരുപോലെ പ്രകാശിക്കില്ല. അവനും കൂടി ഇത് ഉൾക്കൊള്ളാനുള്ള ഒരു യോഗ്യത, കഴിവ്, ബുദ്ധിശക്തി, ചിന്താശക്തി ഇതൊക്കെ അവനുണ്ടാവണം. പിന്നെ കാൽഭാഗം സത് ബ്രഹ്മചാരിപ്യ, കൂടെ ഉള്ളവർ ഡിസ്കഷൻ, സഹ വിദ്യാർത്ഥികളിൽ നിന്ന് ചർച്ച കൊണ്ട്, ഡിസ്കഷൻ വേണമെന്നാണ് പണ്ടുണ്ടത്. പരസ്പരം ചർച്ച ചെയ്ത് ഒരാൾക്ക് അറിയാത്തത് മറ്റയാളിൽ നിന്ന് ഇയാൾക്ക് അറിയാത്തത് മറ്റേയാൾക്ക് എന്ന ക്രമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപ്രദാനം കൊണ്ടാണ് പാദം സ ബ്രഹ്മചാരിപ്യ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പാദം കാലക്രമേണവ, ശേഷം കാൽഭാഗം ക്രമേണ ഉണ്ടാവേണ്ടതാണ്. കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ തനിയെ അനുഭവം കൊണ്ട് ഇയാളിൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് പാദം കാലക്രമേണവ ഉദ്ദേശിച്ചത്. പകുതി ആചാര്യനിൽ നിന്ന് പകുതി ശിഷ്യൻ്റേതായിട്ടുള്ള കഴിവ്, ബാക്കി കൂടെയുള്ളവരുടെ ആ സഹവാസത്തിൽ നിന്ന്, ബാക്കിയോ കാലക്രമം കൊണ്ട് അനുഭവം കൊണ്ട് ഉണ്ടാവുന്ന വിദ്യ. ഇങ്ങനെയാണ് വിദ്യയ്ക്ക് പൂർണ്ണതയുണ്ടാവുന്നത് എന്ന് മറ്റൊരു വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു. എന്തായാലും ആചാര്യനില്ലാണ്ടിരുന്നാൽ കപ്പിത്താനില്ലാത്ത തോണി പോലെ ആവും. എവിടെ തുടങ്ങി എവിടേക്കാണ് പോകുന്നത് എന്ന് ലക്ഷ്യബോധമില്ലാതെ എന്തെല്ലാമോ കാണിച്ചു കൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഗുരു ഇതിലൊക്കെ വളരെ പ്രധാനമായ ഘടകമാണ് എന്നും കൂടിയാണ് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത്. ആചാര്യാഖ്യാധരസ്താരണി സമരുമിലച്ചിച്യരൂപോത്തരാരണ്യാവോ ആവേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാദക്യമാനേ കർമാളി വാസന തത്കൃത തനുഭുവന പ്രാന്തികാന്താരപൂരേ ദാഹ്യാഭാവേന വിദ്യാശിഖിനി ച വിരതേ തൊന്മൈകല്ലവസ്ഥ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.